ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇഡ്ലിക്കടയാണ്. 90 കാലഘട്ടത്തിൽ ഉണ്ടാക്കേണ്ട ഒരു ഇഡ്ലി നമ്മുടെ ആശാൻ 2025 ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കഥയിലേക്ക് വന്നാൽ നമ്മുടെ നായകന്റെ പേരാണ് മുരുകൻ. മുരുകന്റെ അച്ഛനാണ് ശിവനേശൻ. ശിവനേശന് സ്വന്തമായി ഒരു ചെറിയ ഇഡ്ലിക്കട ഉണ്ട്. ഇഡ്ലിക്കട എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അവിടെ ഇഡ്ലി മാത്രമേ കിട്ടൂ. നമ്മുടെ ശിവനേശൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ആട്ടുകല്ലിൽ ആട്ടിയാണ് ഇഡ്ലി മാവ് ഉണ്ടാക്കുന്നത്. പണ്ടത്തെ കാലൊക്കെ ആണെങ്കിൽ ഓക്കെ, മിക്സി ഇല്ല, ഗ്രൈൻഡർ ഇല്ല, അതുകൊണ്ട് ആട്ടുകല്ലിലും അമ്മിക്കല്ലിലൊക്കെ അരച്ചു എന്ന് പറയാ. ഇത് കാലം മാറിയില്ലേ? 2 മണി നേരം 3 മണി നേരം ആട്ട വേണ നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രൈൻഡറിൽ അരച്ച കൈകൊണ്ട് അരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്വാളിറ്റി മാവിന് കിട്ടില്ല, മിക്സിയിൽ അരച്ച അമ്മിയിൽ അരയ്ക്കുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റി കിട്ടില്ല എന്നൊക്കെയാണ് ഇയാള് പറയുന്നത്. ഇഡ്ലി മാവിന് എന്ത് കൈപ്പക്കം? ചേരേണ്ടതൊക്കെ കറക്റ്റ് അളവിൽ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധനം റെഡിയാവും. ഹലോ, മണ്ടത്തരം പറയരുത്. ആട്ടുകല്ലിൽ മണിക്കൂർ കണക്കിരുന്ന് ആട്ടി ഉണ്ടാക്കുന്നത് ഗ്രൈൻഡറിൽ പെട്ടെന്ന് കിട്ടും. നേരാവണ്ണം ഉപയോഗിക്കാറാണെന്ന് മാത്രം. പുതിയ ടെക്നോളജികളൊന്നും ആശാന് പിടിക്കുന്നില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ കടയിൽ ലൈറ്റ് ഇടുന്ന്? മണ്ണെണ്ണ വിളക്ക് കത്തിക്ക്. വിളക്ക് കത്തിച്ച കിട്ടണ ആ സുഖമൊന്നും ലൈറ്റ് ഇട്ടാ കിട്ടില്ലല്ലോ. അല്ല, വീട്ടില് ടോയ്ലറ്റ് ഒക്കെ ഉണ്ടോ? അത് സുഖം കിട്ടാൻ വേണ്ടി പറമ്പിലാണോ പോവാറ്? എന്തേലും കാട്ട്. നമ്മുടെ മുരുകൻ ആശാന്റെ ഇഡലിക്കടയുടെ ബ്രാഞ്ച് വേറെ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത പെരുസാ തേനി കമ്പം പെരിയകുളം മധുരൈന്ന് ഫ്രാഞ്ചൈസ് പണ്ണണമെന്ന് ആശപ്പെട്ടെ. പക്ഷെ ആശാൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ആരുടെ പേരിലാണോ കട തുടങ്ങുന്നത് അവിടെ അയാൾ തന്നെ വന്ന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് നാട്ടുകാരെ പറ്റിക്കുന്നത് പോലെയാണെന്നാണ് ആശാൻ പറയുന്നത്. അതുകൊണ്ട് ബ്രാഞ്ചും ബെഞ്ചൊന്നും വേണ്ട, ഈ ഒരു ഒറ്റ കട മതി എന്ന് ആശാൻ പറയുകയാണ്. அந்தந்த பிரான்ச்ல அது பாட்டுக்கு நடந்துட்டு இருக்கும். அப்படின்னா கடைக்கு என் பேர் வைக்காத, என் பேர் வச்சா நான் தான் சமைக்கணும். இல்லன்னா நம்பி வரவங்களை ஏமாத்துற மாதிரி. എന്താ ഇയാൾക്ക്? അപ്പൊ ഹോട്ടലിന് ഗണപതി എന്ന് പേരിട്ട ഗണപതി ഒന്ന് മാവാട്ടണോ? അല്ല, ഇങ്ങേരുടെ ലോജിക്ക് ഇങ്ങനെയാണ്, അതുകൊണ്ട് പറഞ്ഞതാ. நான் எப்படி எல்லா ஊர்லயும் இருக்கிறது? நீங்க ஏன் இருக்கணும்? ரெசிபி சொல்லி கொடுத்தா ஆளுங்களை வச்சு பண்ணிக்கலாம். റെസിപ്പിയോ? ഇഡ്ലിക്ക് എന്ത് റെസിപ്പി? മാവ് എടുക്കണു, തട്ടിലൊഴിക്കുന്നു. ഇതിൽ എന്ത് റെസിപ്പി? ഇത് പിസ ഒന്നല്ലല്ലോ ഉണ്ടാക്കണേ. ആശാന്റെ കൂടെ ഈ ഗ്രാമത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആട്ടുകല്ലിലെ കുഴ പോലെ ആടി ആടി ജീവിതം തേഞ്ഞു പോകും എന്ന് മനസ്സിലാക്കിയ മുരുകൻ മദ്രാസിലേക്ക് പോവുകയാണ്. നീ മെഡ്രാസ് പോണதுக்கு அப்புறம் நம்ம இட்லி கடையை மறந்துடாத. ഓ പിന്നെ, ഈ ഇഡ്ഡലിക്കടക്കാരനാണ് ആള് നാട് വിട്ടേ പോണത്. ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് ഇയാളുടെ ഇഡ്ഡലി ആലോചിച്ചിരിക്കണത്രേ. நம்ம இட்லி கடையை மறந்துடாத. എന്നാ നാട്ടിൽ ഇഡ്ലിക്കടയുടെ ബ്രാഞ്ച് തുടങ്ങാന്ന് പറഞ്ഞപ്പോ അത് ഇയാൾക്ക് പറ്റില്ല. എന്നാ ശരി, വേറെ എവിടെയും പോയി പണിയെടുത്ത് രക്ഷപ്പെടാന്ന് വെച്ചാ അവിടെ പോയാലും ഇഡ്ലിക്കടയെ ആലോചിച്ചിരിക്കണത്രേ. എന്താ എന്താ ഇയാളുടെ പ്രശ്നം എന്താ? അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. മുരുകൻ ഇപ്പൊ ബാങ്കോക്കിലെ AFCയിലെ ഷെഫാണ്. KFC അല്ലാട്ടോ, AFC. സംശയമൊന്നുമില്ലല്ലേ? ഇതാണ് AFCയുടെ മുതലാളി. AFCയുടെ മുതലാളിയുടെ ഈ ലുക്ക് എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. നമ്മള് പൊട്ടന്മാരല്ലേ, KFC എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. അയാളുടെ ഒരു AFC. നിങ്ങൾ എല്ലാവരും കരുതും പോലെ ഞാൻ AFC അല്ല, ഞാൻ KFC ആണ്. AFCയിലെ ബർഗറൊക്കെ കാണുമ്പോ മുരുകന് ഇഡ്ലി ഓർമ്മ വരികയാണ്. ഭാഗ്യം വേറെന്തെങ്കിലും കാണുമ്പോ ഇഡ്ലി ഓർമ്മ വരാത്ത. AFCയുടെ മുതലാളിക്ക് ഒരു മകളും ഒരു മകനും ഉണ്ട്, മീരയും അശ്വനും. മീരയ്ക്ക് മുരുകനെയാണ് ഇഷ്ടം. ഇവരുടെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചേക്കാണ്. മകൻ അശ്വനാണെങ്കിൽ ഒരു തല തെറിച്ച ചെക്കനാണ്. അയാൾക്ക് ഈ മുരുകൻ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ മുരുകൻ തന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ആശാനെ ബാങ്കോക്കിലേക്ക് ക്ഷണിക്കുകയാണ്. വന്നതന്നെ. പ്ലീസ് எனக்காக கல்யாணத்துக்கு வாங்கப்பா. இல்லையா, நம்ம ஊர்ல கல்யாணம்னா வேற, வேனெல்லாம் ஏறி வெளிநாடுலாம் வரணும்னா கஷ்டமியா. ഇയാള് വരണമെങ്കിൽ പരമ്പരാഗതമായ കാളവണ്ടിയൊക്കെ ഏർപ്പാടാക്കേണ്ടി വരും. അല്ല, ഒരു കണക്കിന് ചിന്തിച്ച അയാൾ വരാതിരിക്കന്നെ നല്ലത്. ഇനി അവിടെ വന്നിട്ട് ഇഡ്ലി, ചമ്മന്തി, ചട്നി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോ മുരുകന്റെ കല്യാണത്തിന് മുന്നേ ആശാൻ മരിക്കുകയാണ്. കല്യാണ ഡേറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തതുകൊണ്ട് തന്നെ AFCയുടെ ഓണർക്ക് കല്യാണം മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം കല്യാണത്തിന് VIPs ഒക്കെ വരും. അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോയിട്ട് വരാനാണ് ഇയാൾ പറയണത്. വേഗം പോയിട്ട് വരാൻ ഇത് മൂത്രമൊഴിക്കാൻ പോവല്ല, ഒരു മര്യാദയൊക്കെ വേണ്ടേ? കല്യാണത്തെ നിർത്ത മുടിയാതെ. അങ്ങനെ മുരുകനും ഒപ്പം മൂപ്പരുടെ അസിസ്റ്റന്റും കൂടി ഗ്രാമത്തിലേക്ക് പോവുകയാണ്. നോക്കുമ്പോ അച്ഛൻ മരിച്ചതിന് പിന്നാലെ മുരുകന്റെ അമ്മയും മരിക്കുകയാണ്. മുരുകൻ ഇപ്പൊ എങ്ങനെങ്കിലും നാട്ടിലെത്തണം. അച്ഛന്റെ ഇഡ്ലിക്കട മൂപ്പര് നോക്കി നടത്തണം. ഇതാണ് ഇപ്പൊ സംവിധായകന് വേണ്ടത്. അതിന് ആരെയൊക്കെ കൊല്ലാൻ പറ്റുമോ അവരെയൊക്കെ മൂപ്പര് കൊന്നുണ്ട്. പറ്റിക്കും വെട്ടിക്കും അതിനു വേണ്ടി ആരെ വേണമെങ്കിലും. ഇതാണ് കയൽ, ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടി. മുരുകന്റെ ഫാമിലിയെ ഇത്രയും കാലം നോക്കിയിരുന്നത് കയലാണ്. ആശാന്റെ ഇഡ്ലിക്കട വേഗം വിറ്റിട്ട് ബാങ്കോക്കിലേക്ക് പോവാനാണ് മുരുകന്റെ പ്ലാൻ. പക്ഷെ എഗ്രിമെന്റിൽ ഒപ്പുവെക്കാൻ പോകുന്ന സമയത്ത് മുരുകന്റെ മനസ്സ് മാറും.
എനിക്കൊന്നുകൂടി ആലോചിക്കണം എന്ന്. എന്നാടാ சொல்ற? அவர் உசுரா நினைச்ச இட்லி கடையாவது நல்லபடியா பாத்துக்கிறேன், மன்னிச்சுங்க. മുരുകൻ കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണം വേണ്ടാന്ന് വെക്കുകയാണ്. இந்த டைம்ல என்னால கல்யாணத்தை பத்தி யோசிக்கவே முடியல. നീ എന്താ ആളെ കളിയാക്കുക? எதுவா இருந்தாலும் ஒரு 6-7 மாசத்துக்கு அப்புறம் பாத்துக்கிறேன். ഇയാൾക്ക് ഇത് മുന്നേ പറയായിരുന്നില്ലേ? എന്താ അപ്പ ഇയാളുടെ വായിൽ ഇഡ്ഡലി ആയിരുന്നു. இந்த கல்யாணம் நின்னுச்சுன்னா என் மானமே போயிடும். வர முடியுமா முடியாதா? மன்னிச்சிருங்க சார். അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു. ആ സന്തോഷത്തിൽ നമ്മുടെ കയ്യില് കൈയടിച്ച് രസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ AFC താത്ത ആളുകളുടെ മുന്നിൽ നാറി നാണം കെട്ടു. അങ്ങനെ തന്റെ ബാങ്കോക്ക് ജീവിതത്തിനോട് വിട പറഞ്ഞ മുരുകൻ ആട്ടുകല്ലിൽ അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പഠിപ്പ് കൂടുമ്പോഴേ തിരിച്ചറിവില്ലാണ്ടായി പോരുന്നിട്ടാ. ഇതിനാണെങ്കിൽ ഇയാളിപ്പോ എന്തിനാ ബാങ്കോക്ക് പോയി നമ്മുടെ സമയം വെറുതെ കളഞ്ഞത്? ഇത് ആദ്യം തന്നെ അങ്ങോട്ട് ചെയ്താ പോരെ? എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചു. நம்ம இட்லி கடையை மறந்துடாத. അപ്പൊ അവന്റെ അമ്മയുടെ என் கனவு நோக்கி நான் போகவே கூடாதா? എത്ര അരച്ചാലും മാവ് അങ്ങോട്ട് റെഡി ആവണില്ല. മുരുകനും കയലും മാറി മാറി അരയ്ക്കുകയാണ്. എന്നിട്ടും മാവ് ശരിയാവുന്നില്ല. ഇനിയെങ്കിലും ഒരു ഗ്രൈൻഡർ വാങ്ങിച്ചൂടെ? അതിനൊക്കെ ഒരു സമയം എടുക്കും. വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ ശരി, ആട്ടുകല്ലിൽ അരയ്ക്കാന്നൊക്കെ പറയാ. ഒരു ഹോട്ടലിലേക്കല്ല ഇത് ഉണ്ടാക്കണ്. അപ്പൊ എന്തായാലും ഒരു ഗ്രൈൻഡർ മേടിച്ചോണ്ട് എന്തപ്പോ നഷ്ടം? അവസാനം കുറെ സമയമെടുത്ത് എങ്ങനെയോ മാവ് റെഡിയാവും. എന്നിട്ട് അത് വെച്ച് ഇയാൾ ഇഡ്ഡലി ഉണ്ടാക്കും. അത് തിന്നാൻ വേണ്ടി പുറത്തുനിന്ന് ആകെ ഒരാളെ വരുള്ളൂ. അയാൾക്ക് അത് ഇഷ്ടാവൂല. ഇഡ്ഡലിക്ക് ആശാൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇല്ല എന്നാണ് ആള് പറയണത്. അത് പറഞ്ഞിട്ട് ഇപ്പൊ അയാളെ കുഴിന്ന് എടുത്തിട്ട് വന്നിട്ട് മാവാട്ടിപ്പിക്കാൻ പറ്റില്ലല്ലോ. കാശ് കൊടുക്കാതെ തിന്നുകയും ചെയ്യും. പിന്നെ ഇഡ്ഡലി ശിവനേശനെ പോലെ വന്നില്ല, ശിവാജി ഗണേശനെ പോലെ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുകയും ചെയ്യും. நல்லா தானே இருக்கு. ആകെ 2 ഇഡ്ഡലിയും തിന്നും. കാശ് വെച്ചാ ചെവിയും കേൾക്കൂല. എത്ര ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താലും ഇയാൾക്ക് തൃപ്തി വരുന്നില്ല. ശിവനേശന്റെ ഇഡ്ഡലി എവിടെയെന്നാണ് ഇയാൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇതേ സമയം ഇഡ്ഡലിക്കടയുടെ ഓപ്പോസിറ്റുള്ള പൊറോട്ട കടയിൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. ഇഡ്ഡലിക്കടയിലാണെങ്കിൽ അബദ്ധത്തിൽ പോലും ഒരു ഈച്ച കൂടി കേറുന്നില്ല. ഇതിപ്പോ കഷത്തിലിരുന്ന് AFC പോവുകയും ചെയ്തു. ഇഡ്ഡലിക്കട കൂട്ടാറുമായി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? பேசாம சுட்ட இட்லி எல்லாம் நம்மளே திம்போம். അങ്ങനെ മുരുകൻ സങ്കടപ്പെട്ട് സുഖമായി കിടന്നുറങ്ങുമ്പോഴാണ് ആ ശബ്ദം. നോക്കുമ്പോണ്ടോ മരിച്ചുപോയ ആശാൻ രാത്രി ചെലങ്കൊക്കെ കെട്ടി വന്ന് മകനെ മാവാട്ടാൻ വേണ്ടി വിളിക്കാണ്. முருகா 3 மணி ஆச்சு, கடைக்கு போகணும்ல. ഇത്തവണ മുരുകൻ തന്റെ താടി കളഞ്ഞ് ഭസ്മം പൂശി വെള്ളം ഇട്ട് രാവിലെ 3 മണിക്ക് രാംരാജിന് ഒരു സെല്യൂട്ടൊക്കെ കൊടുത്ത് മാവാട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ മാവ് ആട്ടി ഇഡ്ഡലി ഉണ്ടാക്കി അത് സ്ഥിരം മുണുങ്ങാൻ വരുന്ന ആ അപ്പൂപ്പന് കൊടുക്കുകയാണ്. എടുത്തു വെച്ചാട്ടെ, ഞാൻ പൊളിച്ചടുക്കാം. ഇത്തവണ ഇഡ്ഡലി കഴിച്ച അപ്പൂപ്പന്റെ കണ്ണ് നിറയുകയാണ്. അത് ചമ്മന്തിക്ക് എരിവ് കൂടിയോണ്ടല്ലാട്ടോ, മൂപ്പർക്ക് ആശാന ഓർമ്മ വന്നതുകൊണ്ടാണ് ഇത്ര. പിന്നീട് അങ്ങോട്ട് ഇഡ്ഡലി തന്നെ. അവിടെ നിന്ന് അങ്ങോട്ട് ഇഡ്ഡലിക്കടയിൽ വൻ തിരക്കാണ്. പൊറോട്ടക്കടയിൽ ആരും കേറുന്നില്ല അത്ര. ഈ സമയം AFC താത്തയുടെ മകൻ അശ്വൻ ഗ്രാമത്തിൽ വന്ന് മുരുകനെ പഞ്ഞിക്കിടും. പക്ഷെ മുരുകൻ തിരിച്ചടിക്കും. അങ്ങനെ അശ്വൻ ആശുപത്രിയിലാവും. പിന്നെ നോക്കുമ്പോ കോടികളുടെ ബിസിനസ് ഒക്കെ വിട്ട് AFC ഫാമിലി മൊത്തം ഗ്രാമത്തിൽ വന്ന് ടെന്റ് അടിച്ചിരിക്കുകയാണ്. എന്തിനാന്നറിയോ? ഇയാളുടെ ഈ ഇഡ്ഡലിക്കട പൂട്ടിക്കാനാണത്രേ. അശ്വൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഉടനെ വീണ്ടും ഒരടി. ഇത്തവണ മുരുകൻ തിരിച്ചടിക്കില്ല, തല്ലും കൊണ്ട് നിൽക്കും. മുരുകനെ നോക്ക് ഇഞ്ചി ഇഞ്ചായി ചതയ്ക്കുമ്പോഴും ചിരിച്ചു നിൽക്കുന്ന ഫേസ് നോക്കടാ. ഇവന്റെ ജീവിതത്തിൽ പുളിച്ച മാവ് ഒഴിച്ചതാരടാ. ഇവന്റെ ഇഡ്ഡലിക്കട നാട്ടിലൊക്കെ ഫേമസ് ആണടാ. ഇതിന്റെ ഇടയിൽ അശ്വൻ മുരുകനെ വെടിവെച്ചു. മുരുകന് വേണ്ടി ഗ്രാമം മുഴുവൻ AFC താത്തയുടെ വീടിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. ഈ സമരം ചെയ്യാൻ വന്ന ആൾക്കാരിലെ ഒരു പകുതി പേരെങ്കിലും ആ കടയിൽ കയറി ഇഡ്ഡലി തിന്നുണ്ടായിരുന്നെങ്കിൽ മുരുകൻ എന്നേ പണക്കാരനായി ഉണ്ടാവും. അശ്വൻ മുരുകനെ വെടിവെച്ചത് ഒരു പരുന്ത് കണ്ടുണ്ടായിരുന്നു. ആ പരുന്ത് പറന്നു വന്ന് ഗ്രാമവാസികൾക്ക് മുരുകനെ കുറിച്ച് സൂചന കൊടുക്കും. നോക്കുമ്പോ മുരുകൻ ചത്തിട്ടില്ല, രക്ഷപ്പെട്ടു. പക്ഷെ അവൻ അശ്വന്റെ പേര് പോലീസിനോട് പറഞ്ഞില്ല. അത് അശ്വന് ഇഷ്ടായില്ല. അയാൾ നേരെ വന്ന് ഇഡ്ഡലിക്കടയ്ക്ക് തീയിട്ടു. പക്ഷെ ഇത്തവണയും മുരുകൻ അശ്വനെ ഒന്നും ചെയ്യില്ല. കടയല്ലേ, വീണ്ടും പണിതുണ്ടാക്കാലോ എന്നാണ് മുരുകൻ പറയുന്നത്. മോനെ, ഇവിടെ ഇഡ്ഡലിക്കടയോ? ഇമ്പോസിബിൾ. അങ്ങനെ മണ്ണെടുത്തു, ചവിട്ടിക്കൊഴിച്ചു, ചുമര് കെട്ടിപ്പൊക്കി, ഓല മേഞ്ഞു. അങ്ങനെ കട ഉയർന്നു പൊങ്ങിയുണ്ട്.
എന്ന പുതിയതായിട്ട് പണിയാണ്. കട ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ? ഇത് വീണ്ടും അതേ കട തന്നെ കെട്ടി വെച്ചിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ ഇഡ്ഡലി ഫ്രീ ആണ് ഇത്രേ. പഠിക്കുന്ന പിള്ളേ കാശ് വേണം. അത് പഴയതായോണ്ടാണോന്ന് അറിയില്ല, എന്തായാലും കൊടുക്കുന്നുണ്ട്. മോനെ 2 ഇഡ്ഡലി ഇടട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഇത് തന്നെ ധാരാളം. അങ്ങനെ മകന്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് ദേഷ്യം വന്ന AFC താത്ത അശ്വിന്റെ കരണം നോക്കി ഒന്നങ്ങോട്ട് കൊടുത്തു. അപ്പൊ അയാളുടെ കടി അങ്ങോട്ട് മാറി കിട്ടി. എന്നിട്ട് അവസാനം ഉണ്ടോ AFC ഫാമിലി മൊത്തം മുരുകന്റെ ഇഡ്ഡലി തിന്നാൻ വേണ്ടി വരികയാണ്. അതിന്റെ ഇടയിൽ ഇത്ര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടുണ്ടായിരുന്ന ഈ അശ്വൻ കട കത്തിച്ചതിന് പരിഹാരമായി മുരുകന്റെ കടയിലിരുന്ന് മാവാട്ടാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അതോടെ ഈ പടം കഴിഞ്ഞു. ഇത് ഏത് ഇഡ്ഡലി കടയാടാ? സ്വർണം കൊണ്ടൊന്നുമല്ലല്ലോ ഇഡ്ഡലി ഉണ്ടാക്കണ്. കൂടുതലൊന്നും ഞാൻ പറയണില്ല. ശരി എന്നാ ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. ഒരു 2 ഇഡ്ഡലി എടുത്തോണ്ട് വാ.